100ഓളം വാഴ കളഞ്ഞു, 60 കവുങ്ങ് കളഞ്ഞു, ഒരു തെങ്ങും കളഞ്ഞു. ഓഹോ. ഇവിടുന്ന് ഒരു 60ഓളം വീട്ടുകാർ പോയി താമസിച്ചു തന്നെ. ഓഹോ. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വീട്ടുകാർ ബാക്കിയുണ്ട്? എല്ലാം കൂടി ഒരു 10-20 വീട്ടുകാരുണ്ട്. അത്രേ ഉള്ളൂ. 100 വീട്ടുകാരടുത്തുണ്ടായിരുന്ന. അല്ല വലിയ തെങ്ങായിരിക്കുമല്ലോ അത്? വലിയ തെങ്ങ. അപ്പോൾ ഇത് കായ്ക്കുണ്ട്. ആളുകൾ പോകുന്നതനുസരിച്ച് അവസാനം വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ആനയല്ലാതെ മറ്റ് വന്യജീവികളുടെ എന്തെങ്കിലും ജീവികളുടെ പുലിയൊക്കെ ഇറക്കുന്നുണ്ട്. ആണല്ലേ? രാത്രി നടക്കാനേ പറ്റിയില്ല, ഇറങ്ങാനേ പറ്റിയില്ല. ഓ, നിങ്ങൾ രാത്രി പുറത്തിറങ്ങിയില്ല? പുറത്തിറങ്ങിയില്ല. കടുവ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ? അതാണ് എല്ലാ മൃഗങ്ങളും ഉണ്ട്. എല്ലാ സാധനം ഉണ്ടല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ? കണ്ടിട്ടുണ്ട്. അല്ലേ? അതുകൊണ്ടല്ല പുറത്തിറങ്ങാത്തത്. ഓഹോ. അല്ല ഞാൻ ഇതൊക്കെ വെളുപ്പിന് വെട്ടിക്കൊണ്ടിരുന്ന. ഇപ്പോൾ വരികയില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളാം പഞ്ചായത്തിൽപ്പെട്ട രാമച്ചി എന്ന് പറയുന്ന പ്രദേശത്താണ്. കേളാം പഞ്ചായത്തിൻ്റെ 6ാം വാർഡാണ് ഈ ഒരു പ്രദേശം. ഇവിടെ ഇന്ന് വെളുപ്പിന് കാട്ടാന ഇറങ്ങി ഈ ഒരു പ്രദേശത്ത് ഒരു കർഷകൻ്റെ പറമ്പിലെ നിരവധി കൃഷികളാണ് നശിപ്പിച്ചത്. രാമച്ചിയിൽ നമ്മൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, പല പ്രദേശം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കവിടെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കവുങ്ങും മറ്റ് സാധനങ്ങളൊക്കെ കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മുകളിലെ മലയൊക്കെ കഴിഞ്ഞ് അപ്പുറം വയനാടാണ്. രാമച്ചി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നല്ല ടോപ്പിലാണ്. ഒരു 4-5 കിലോമീറ്റർ മല കുന്നൊക്കെ കയറി പല റോഡുകളിൽ കൂടെ പോയിട്ടാണ് ഞാൻ ഈ ഒരു പ്രദേശത്തെത്തി കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്, അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആളുകളുടെ അവസ്ഥ ഇതൊക്കെ കേട്ടോ. ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞങ്ങളുടെ വന്നപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായി. അപ്പോൾ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് എല്ലാവരും വണ്ടി പറക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഇത് കശുവണ്ടി പറക്കുന്ന ഒരു കാഴ്ച കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോയി ഒള്ളിയിൽ. ഇത് ശരിക്കും രാമച്ചിയില സ്ഥലം? രാമച്ചിയില. എന്താണ് സംഭവിച്ചതെന്ന്? സംഭവിച്ചത് ആന കയറി നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിച്ചു. വാഴ, കവുങ്ങ്, തെങ്ങ് കുറേ കളഞ്ഞിട്ടുണ്ടല്ലേ? 100ഓളം വാഴ കളഞ്ഞു, 60 കവുങ്ങ് കളഞ്ഞു, ഒരു തെങ്ങും കളഞ്ഞു. ഓഹോ. ഇത് അറിഞ്ഞില്ല നിങ്ങൾ? രാത്രിയല്ലേ, വെളുപ്പിനല്ലേ ഇവിടെ വരുന്നത്. ഈ അടുത്ത പ്രദേശത്ത് ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ താമസമില്ലല്ലോ, പലരും ഒഴിവാക്കി പോയില്ലേ? സ്ഥലം ഇതെല്ലാം ആൾക്കാർ താമസിച്ചിരുന്നത് എല്ലാം പോയാ, എല്ലാവരും ഒഴിവായി പോയതല്ലേ? യാനശല്യം കൊണ്ട് ആനയും പുതിയ എല്ലാം എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട് ആന? ഉണ്ടോന്നത്. ഇതിപ്പോൾ ഫെൻസിങ് ഒന്നും ഇല്ല ഇവിടെ? ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് മരം പിടിതെറിഞ്ഞു, എന്നിട്ടാണ് ആന കിടക്കുന്നത്. കണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ, ഫോറസ്റ്റുകാരെ കണ്ടു കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. എല്ലാ ദിവസവും അല്ലേ? എന്തായാലും ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഈ വീടുകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ കാര്യമായിട്ട് കിടക്കും കേട്ടോ. പലരും ആളുകൾ ഇവിടെ നിന്ന് ഒഴിവായി പോയി. ഈ വർഷം ഇതിന് മുന്നേ ഇറങ്ങിയായിരുന്നോ? ഇതിന് 1 മാസം മുമ്പ് ഇറങ്ങിയായിരുന്നു. ഇതിൻ്റെ കൃഷിയൊന്നും നശിപ്പിച്ചില്ല, സൈഡിൽ കൂടി അങ്ങ് പോയേ ഉള്ളൂ. ഓഹോ. അന്നെന്തോ കമ്പിക്ക് തട്ടിയിട്ടാന്ന് തോന്നുന്നത്, കാറി ആന പോയി. ഫെൻസിങ് ആ സൈഡിൽ കൂടി അങ്ങനെ ആണല്ലേ? ഇതെൻ്റെ സ്ഥലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻ്റെ ഭാഗം അല്ലേ? കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അല്ലേ? തെങ്ങ് താഴെ കിടക്കുന്നത്, താഴെ മുന്നേ കിടക്കുന്നത് കാണണോ? പോവാം നമുക്ക്. എന്നാൽ അതിലേ ഇറങ്ങാം. ഇതിൽ കമ്പി ഉള്ളതുകൊണ്ടേ. ഈ കമ്പിയെല്ലാം ആന കളഞ്ഞ, ഞാൻ മൊത്തം മുള്ളുകമ്പി വലിച്ചതാ. ഈ മുള്ളുകമ്പി എടുത്താ? അതെല്ലാം ആന മരം തള്ളിയിട്ട് ചവിട്ടിയിടുന്ന. ഓഹോ. എൻ്റെ ഇവിടെ കഴിഞ്ഞ കൊല്ലം 2-3 റബ്ബർ തള്ളിയിട്ടിട്ട് നമ്മളിത് കെട്ടിട്ട് പിന്നെ ഞാൻ വെച്ച് കെട്ടാൻ പോയില്ല. ഓഹോ. കണ്ടില്ലേ, അതെല്ലാം അടിച്ചിടും. ഈ മുള്ളുകമ്പിയൊക്കെ അങ്ങനെ കളഞ്ഞാലേ? അങ്ങനെ കളഞ്ഞാൽ. അപ്പുറത്ത് അവർ കറണ്ട് കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റുകാരുടെ. ഇതെല്ലാം അവർ ആന അടിച്ചു കളയും. ഇവിടെ പ്രധാനമായിട്ടും കശുവണ്ടിയും റബ്ബറും ഒക്കെ അല്ലേ? റബ്ബറും കവുങ്ങും തെങ്ങും. ചേട്ടനൊക്കെ എത്ര വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? നോക്കണേ, നമ്മളൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ കാരണന്മാർ തൊട്ട് ഇവിടെ താമസിക്കുന്നത് 19 കൊല്ലമായി. ചാച്ചനും അമ്മയൊക്കെ മരിച്ചു പോയി. അല്ലേ? ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായില്ലേ? ഇപ്പം അന്ന് ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരല്ലേ? അതെ. ഇവിടെ ജനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ. അതെ. വെള്ളം നിർത്താം. എല്ലാവരും ഒഴിവായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ? ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാം തെങ്ങായിരുന്നു ഇത് മൊത്തം. ഇതിപ്പോൾ ഈ 5-6 തെങ്ങേ ഉള്ളൂ. ഓഹോ. നല്ല കാവലുള്ള തെങ്ങ. അതെ.
നല്ല മണ്ണല്ലേ, വെള്ളമുണ്ട്. അതെ. നിർത്താം. ഇതാ തെങ്ങ് മറിച്ച് വിട്ട് താഴെ. തെങ്ങ് മറിച്ച് കാണിച്ചാ ഇതാ. ഇതല്ലേ ചൂട്. നല്ല കാച്ചുണ്ട് തെങ്ങ്. അതുകൊണ്ടോ ഇങ്ങോട്ട് തെങ്ങ് താഴോട്ട് മറിച്ചിട്ടു. ഓ, തെങ്ങ് കളഞ്ഞല്ലേ. ഇത് ഇന്നലെ രാത്രി അല്ലേ? ഇന്നലെ രാത്രി. വലിയ തെങ്ങായിരിക്കുമല്ലോ അത്? വലിയ തെങ്ങ്. അതന്നെ. അപ്പോൾ ഇത് കായ്ക്കുണ്ട്. അത് മറിഞ്ഞു വീണ് കൊക്കയുടെ പുറത്ത് അങ്ങോട്ട് താഴോട്ട് കിടക്കുന്നു. കൊക്ക പോയോ? കൊക്കോയി ഒരെണ്ണം പോയിട്ടുണ്ട് താഴെ. അല്ലേ? ഒന്നാമത് തെങ്ങാട്ടോ പോയേക്കുന്നത്. പിന്നെ ഇങ്ങനെ ബാക്കി കവുങ്ങൊക്കെ? കവുങ്ങ് മേലെയാ. മേലേക്കാ? വാഴ. ഓ, ഇതിലേ കയറി വന്നത്? ഇതിലേ കയറി മേലോട്ട് പോയി. ഇതിലേ ഞാനാ ചവിട്ടി പോയേ? അവിടെ ആനപ്പുണ്ടൊക്കെ കിടപ്പുണ്ട്. അവൻ ഫുള്ള് തിന്നു. വാഴയെല്ലാം അടിച്ച് തിന്നു തീർത്തു. ഒന്നിൽ കൂടുതൽ ആനയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. ആന കൂട്ടമാണ്. ഓഹോ. അല്ലേ ഇങ്ങനത്തെ താണ്ട വാടുകയില്ല. ഒരു കുന്നാട്ടോ. എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇതാണ് പുറത്തെ ഇവിടെയുള്ള ആളുകളുടെ ഒരവസ്ഥ കേട്ടോ. ഇന്ന് എന്നാലും ഫെൻസിങ് ശരിയാക്കിയോ എന്നിട്ടാ? അവരന്നേരം വന്ന് ശരിയാക്കി ഇന്നലെ. ആണല്ലേ? അവർ വന്ന് പാത്രന്മാരെല്ലാം കൂടെ വന്നിട്ട് അതിനെയും കയറത്തില്ല. മരം തള്ളി എടുത്തില്ല. ആനക്കരയുണ്ട്. ഓഹോ. ഞാനിപ്പോൾ വെള്ളം തിരിക്കാൻ പോയായിരുന്നു. നേരം അവിടെ പൊടിയും പൊടിയും കേൾക്കും. ഞാനും പോകുന്നു. ആന ഇപ്പോഴും ഉണ്ട്? നമ്മളിവിടെ നിൽക്കുമ്പോൾ കയറുമോ? ഒന്നുമില്ല. അവർ രാത്രി ആയാലും ഇങ്ങോട്ട് വരും. ഇത് ഈ റോഡ് അവർ രാത്രി നോക്കുന്നുണ്ട്. ഓഹോ. കുറച്ചുപേരാ അവരുടെ വണ്ടിക്ക് ഇതിലെ. ഇത് റോഡാ, പഞ്ചായത്ത് റോഡാ. ഇങ്ങനെ മേലോട്ട് പഞ്ചായത്ത് റോഡാല്ലേ? ഇത് മൊത്തം നിരപ്പ് വാഴയായിരുന്നു. ഇവിടെ തൊട്ടാ പുള്ളി തുടങ്ങിയ പരിപാടി. ഇവിടെ തുടങ്ങിയ ഇതേ കാണിക്കാം. കണ്ടില്ലേ? കവുങ്ങെല്ലാം ചായച്ച് എല്ലാം തിന്നു പൊടിച്ച്. ഇവിടെ നല്ല തുടങ്ങിയല്ലേ? ഇതല്ലേ ആന പുണ്ടം കിടക്കണം. ചക്കെല്ലാം പറിച്ചിട്ട് തിന്നില്ല. എന്താ ഉണ്ട്? ഒറ്റ ഒന്നും രണ്ടൊന്നും അല്ല, കൂട്ടാ. മറ്റേ മോഴയാന്ന് തോന്നുന്നു. ഒരു മോഴയാനുണ്ട്. ഉണ്ടല്ലേ? ഏതാണോ പിണ്ടത്തിൻ്റെ ഒക്കെ കണ്ടില്ലേ? വലിപ്പം വെച്ച് കവടിച്ചു. അങ്ങനെ അവിടുന്ന് ഇതെങ്ങനെ കയറിപ്പോ എല്ലാം തകർത്തുണ്ട്. ഇവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചടിക്കണം. ഇതെല്ലാം കവുങ്ങ് വാഴയെല്ലാം ഇഷ്ടംപോലെ ഉണ്ടോ കവുങ്ങ്. ഇവിടെ ഇതാ കവുങ്ങ് വാഴ. അങ്ങോട്ട് തിരിഞ്ഞാലും കളഞ്ഞു കേട്ടോ. കളഞ്ഞ് പോയേക്കുവാണ്. കവുങ്ങ് ആന അല്ല, അത് പശുവിനെ കെട്ടിരിക്കുന്നത്. ആണോ? പശുവും കിടാവുണ്ട് അവിടെ. ഞാനിപ്പോൾ അടിച്ചു കേട്ടോ. ആനയൊന്നും വരികയില്ല. ആന രാത്രി ആയിട്ടേ വരൂ. 8 മണിക്ക് ശേഷം. അവനറിയാം ആളുകൂടെയാണ്. 8 മണിക്ക് ശേഷം ഇങ്ങോട്ട് കിടക്കുള്ളൂ. ആന നമ്മളെക്കാളും ബുദ്ധിയുള്ളത്. അതെ അതെ, ഭയങ്കര ബുദ്ധിയാണ്. ഇല്ല, ഇതെല്ലാം വാഴയായിരുന്നു. മൊത്തം കളഞ്ഞല്ലേ? വാഴ അവിടെ നിൽപ്പുണ്ടായിരുന്നു പോലും തോന്നുന്നില്ല അല്ലേ? എവിടെ? അത് മുഴുവൻ തിന്നില്ലേ? ചവിട്ടി കൂട്ടി അരച്ച് കണ്ടില്ലേ? ചൂടോടെ പിഴുതെടുത്താണ്ട് മൊത്തം പിഴുതെടുത്ത്. വാഴകൾ ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലുതൊന്നും കാണുന്നില്ല. ചൂട് പോലും കാണുന്നില്ല. ഇതുണ്ടോ? അവൻ എൻ്റെ എന്തിയാർ തീറ്റ തിന്നിട്ട് ഈ ആര് പണി കാണിക്കുന്നു. ഉണ്ടോ? ഉണ്ടോ? കൂട്ടിയിട്ട് ഉണ്ടം കിടക്കുന്നുണ്ടോ? അതെ അതെ അതെ. ഇവിടെ തിന്നവൻ കുറേ സമയം ഉണ്ടായിരുന്നല്ലേ? പേടിക്കണ്ടല്ലോ. ഇത് വലിച്ചിട്ട കവുങ്ങ് തിന്നിയല്ല, ചുമ്മാ പറിച്ച് കളയോ അല്ലേ? പറിച്ച് കളയാ. വാഴയാ തിന്നുന്ന കൂടെ. ഇതെല്ലാം ഒരാനയുടെ ഒരാണല്ലേ? പിണ്ടം കാണുമ്പോൾ
നമുക്ക് ഇതിലേക്ക് പോവാം. ഫോറസ്റ്റിൻ്റെ കൂടാതെ നിങ്ങൾ വേറെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടോ? നമ്മൾ ഫെൻസിങ് ഇട്ടിരിക്കുന്നത് ഇതല്ലേ ഈ മുള്ളുഭൂമി, അല്ലാണ്ട് ഫെൻസിങ് ഇട്ടിട്ടില്ല. അത് സോളാറിന് കറണ്ട് കൊടുക്കുന്നല്ലേ ഫോറസ്റ്റ്. നമ്മളിതെല്ലാം 2 ലൈന് മൊത്തം വലിച്ചത്, അതെല്ലാം അടിച്ച് കളയുക. മൊത്തം കളയാല്ലേ? എന്തായാലും മരം തള്ളിയിട്ട് കളയും. അവർ കറണ്ട് കൊടുക്കുന്നുണ്ട്, ഫോറസ്റ്റുകാർ കറണ്ട് കൊടുക്കുന്നുണ്ട്. ആണല്ലേ? റബ്ബർ വെട്ടുന്നേ അത്? വെട്ടുന്ന. ഇപ്പോൾ ഈ രാവിലെയൊക്കെ നിങ്ങൾക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ 7-8 മണി ആണ്ടൊന്നും ഇങ്ങോട്ട് വരികയില്ല. ആണല്ലേ? രാത്രിയൊന്നും ഇങ്ങോട്ട് പോകും, അധികം പേടിയില്ല. ആനയും പുലിയും കടുവായും എല്ലാം ഉണ്ടല്ലോ. കടുവയുണ്ട്? ആണോ? എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. എല്ലാ സാധനവും ഉണ്ട്. ഇതുണ്ടോ മുള്ളുകമ്പി? മുള്ളുകമ്പി വെട്ടിക്കളഞ്ഞല്ലേ? ഇല്ല, അടിക്കൂടെ പോയി ഇങ്ങോട്ട് പോയി. ഈ ഫെൻസിങ് എവിടെയായിട്ടാണ് വരുന്നത് ശരിക്കും? ഫോറസ്റ്റ് നേരെ തൊട്ടപ്പുറം. അപ്പം കാണണോ? ആ ഭാഗത്ത് തന്നെ അല്ലേ? അത് മറിച്ച് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. നമ്മുടെ സ്ഥലത്തില്ലേ? ആണോ? അത് കാണാം. അത് കാണാം. അതാദ്യം പോരെ, ഞാൻ കാണിച്ചത്. അവിടെ അവർ ലൈനൊക്കെ തെളിച്ചിട്ടിരിക്കുന്ന. അല്ലേ? എല്ലാ ഒട്ടുമിക്ക ദിവസവും അവർ വാസന്മാരൊക്കെ നടക്കുന്നുണ്ട്. വല്ല മരവും വല്ല വീടുന്നുണ്ടെന്നൊക്കെ അറിയാം. ഇവിടെ കണ്ടില്ല, ആ ശാന്തിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവരുടെ ഓഫീസുണ്ട്, ഫോറസ്റ്റുകാരുടെ. മണത്തണ ഫോറസ്റ്റിൻ്റെ. അവർ തൂക്കുവേലി ഇടാൻ പോവാ. തൂക്കുവേലി ഇടുന്നുണ്ടോ? ഉടനെ ഇടുന്നുണ്ടോ? ഇതല്ലേ അതിൻ്റെ ഇതൊക്കെ കാലൊക്കെ നാട്ടാൻ വാർത്തിട്ടുണ്ട്. ഇപ്പൊക്കെ കമ്പി മാത്രമേ ഉള്ളൂ, ഫെൻസിങ്ങില്ല. ഇത് കമ്പി വലിച്ചിട്ടല്ലേ ഉള്ളൂ, മാറ്റാൻ പോകാന്നാ. ഈ കമ്പിയെ മറിക്കുന്നേ? ഈ കമ്പിയുടെ മുകളിലേക്ക് മരം അടിച്ചിടും. ഓഹോ, അങ്ങനെയാണ് അവിടെ പരിപാടി. ഇതാ കമ്പി അല്ലേ? ഇതാണ് ഫോറസ്റ്റ്. 6 മണിയല്ലേ ഇപ്പം കൊടുത്തിട്ടുണ്ടാവുമല്ലോ? ഇല്ല, ഇപ്പോൾ അറിയില്ല. 6 മണിക്ക് 7 മണിയായിട്ട് കൊടുക്കുള്ളൂ. ഇതാണ് മറിച്ചത്? ഈ ഭാഗം തന്നെയാണ് മറിച്ചത്? ഈ ഭാഗം വെച്ചാൽ താഴെയാണ് മറിച്ച് ഇടുന്നത്. അവിടെ മറിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഓഹോ, അവിടെ ഒരു കൊക്കോയൊക്കെ ഉണ്ട്. നടന്നു പോയ പാടുണ്ടല്ലേ? ഇത് ആന വന്നതാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ച. ഇവിടെ കണ്ടോ? എന്നിട്ട് ഈ കമ്പിക്ക് കണ്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നതാ. ഇവിടെ കണ്ടോ? എന്നിട്ട് ഇതിലെ പോയത് കണ്ടോ? കമ്പിക്ക് കണ്ടുകൊണ്ട് അടിച്ചുകൊണ്ട് പോയി. ഇന്നലെ വന്നത് ഇത് അടിച്ച് കയറിയാ വന്നത്. താഴ്ന്ന കയറി വന്നത്. അങ്ങനെ മറിച്ചിട്ടല്ലേ? തെങ്ങ് മറിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്നിട്ട് ഇതിലേ കയറി അപ്പുറം കടന്നു, കടലിലേക്ക് പോയി. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും ഒരു സാധനം. കുറേ ആൾ ഞാൻ വളർന്നിരിക്കാൻ പോയതല്ല, എന്താ ഒരിക്കലും കേട്ടു. ഒരു കുറേ ആളാണ്. ഞാനും പോന്നു. ഇത് മറ്റേ തൂക്കുവേലി ഇടാൻ അവർ ഇടാനല്ലേ? അതും വരുന്നുണ്ടല്ലേ? അതും വരുന്നുണ്ട്. ഫെൻസിങ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവൻ കളയും. എല്ലാം കളയും. അങ്ങനെ കമ്പിയൊക്കെ കണ്ടറിയാം. എന്തെങ്കിലും മരം തള്ളിയിട്ടിട്ട് അടിച്ചിടും. വെറുതെ പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ചേട്ടന് എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്കിവിടെ 2 ഏക്കർ സ്ഥലമുണ്ട്. സാധാരണ അവൻ ചക്ക തിന്നുന്നവർ. ഈ വാഴ തിന്നുകൊണ്ട് അവൻ ചക്ക തിന്നില്ല, കുറച്ചിട്ടേ ഉള്ളൂ. ആണല്ലേ? മറ്റേ ആദ്യം ചക്കയാണ് കുറച്ച് തിന്നത്. അവന് കൃത്യമായിട്ട് ഈ പ്ലാവ് അറിയാം. എല്ലാ കൊല്ലം കൂടെ വരും. ഈ പ്ലാവ് കുത്തിയിട്ടുണ്ടല്ലേ? ഉണ്ട്. പ്ലാവ് കുത്തിയിട്ടുണ്ടല്ലോ, കുത്തിയ പാട്. ഇതെവിടെ വരെ ഉണ്ടാകും? ഇത് മേലത്തെ ആ ടാർങ്ങിലോട്ട് മുട്ടും. അവിടെ നിന്ന് മുട്ടും അല്ലേ? അവിടെ നിന്ന് മുട്ടും. അതിൻ്റെ താഴെ നിന്നാണ് ആ കോൺക്രീറ്റ് റോഡ്. ഓഹോ.
ഇത് പഞ്ചായത്ത് റോഡാണ്. എല്ലാവരും കൃഷി ആരും ഒഴിവാക്കിയിട്ടില്ലല്ലേ? ഇല്ല, എങ്ങനെ കൃഷി വീട് മാത്രം ഒഴിവാക്കി പോകുന്നുണ്ടല്ലേ? അതെ അതെ. ഈ മൂലയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അല്ലേ? ഇപ്പം എത്ര വർഷമായി ശരിക്കും ഇവിടെ ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട്? ആന ഇറങ്ങാൻ തുടങ്ങിയിട്ടൊരു 8-10 വർഷമായില്ലേ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വിളിച്ച ഫോറസ്റ്റുകാർ വരികയൊക്കെ ചെയ്യുമോ? വരുന്നുണ്ടല്ലേ? പിന്നെ ഈ ആളുകൾ ഇറങ്ങി പോകുന്നതാണല്ലേ പ്രധാനപ്പെട്ട? ഇറങ്ങി പോവാ പോയി. എത്ര വീട്ടുകാർ ഏകദേശം പോയിട്ടുണ്ടാവും? ഇവിടുന്ന് ഒരു 60ഓളം വീട്ടുകാർ പോയി രാമചന്ദ്രൻ തന്നെ. ഓഹോ. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വീട്ടുകാർ ബാക്കിയുണ്ട്? എല്ലാം കൂടി ഒരു 10-20 വീട്ടുകാരുണ്ട്. അത്രേ ഉള്ളൂ. 100 വീട്ടുകാരടുത്തുണ്ടായിരുന്ന. അല്ല, ആളുകൾ പോകുന്നതനുസരിച്ച് അവസാനം വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആന അല്ലാതെ മറ്റ് വന്യജീവികളുടെ എന്തെങ്കിലും? വന്യജീവികളുടെ പുലിയൊക്കെ ഇറക്കുന്നുണ്ട്. ആണല്ലേ? രാത്രി നടക്കാനേ പറ്റിയ, ഇറങ്ങാനേ പറ്റിയില്ല. ഓ, നിങ്ങൾ രാത്രി പുറത്തിറങ്ങിയില്ല? ആ കടുവ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ? അതാണ്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. എല്ലാ സാധനം ഉണ്ടല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ? കണ്ടിട്ടുണ്ട്. അല്ലേ? അതുകൊണ്ടല്ല പുറത്തിറങ്ങാത്തത്. ഓഹോ. അല്ല, ഞാൻ ഇതൊക്കെ വെളുപ്പിന് വെട്ടിക്കൊണ്ടിരുന്ന. ഇപ്പോൾ വരികയില്ല. പുലിയാണോ കടുവയാണോ? അതിപ്പോൾ അതിൻ്റെ കണ്ണ് കണ്ടിട്ടല്ലേ ഉള്ളൂ. അതെല്ലേ? നമ്മൾ ശരിക്കും കാണുന്നില്ലല്ലോ. കണ്ണും സൈഡും കാണുമ്പോൾ ഇങ്ങനെ വരയൊക്കെ ഉണ്ട്. ചുമന്ന. പിന്നെ ഈ ചന്തീരി ഭാഗത്തൊക്കെ ഉണ്ട്. പലച്ചയുടെ ആകൃതി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. വാലും നീണ്ട വാലും. വരയാ? വര. എല്ലാം ഉണ്ടല്ലോ ഇവിടെ? എല്ലാ മൃഗങ്ങളും ഉണ്ട്. എന്നാലും ആനയുടെ മുമ്പിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പറമ്പിൽ നിന്നൊക്കെ? ഇല്ല, ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് അന്ന് വെളുപ്പിനെ ഇറങ്ങുമായിരുന്നു. യാതൊരു പ്രതീക്ഷയായിട്ട് ഇങ്ങനെ വന്നപ്പം ആന മോളിൽ നിന്ന് ഇറങ്ങി വരിക. നേരിട്ട് ലൈറ്റിംഗ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഓടി വീട്ടിലോട്ട് കയറി. അന്നേരം ഇവിടെ താമസം ഈ വീട്ടിൽ. പുറകെ ഓടിയോ? ഇല്ല, പുറകെ ഞാൻ ഓടിപ്പോയില്ലേ. പിന്നെ ഇല്ല പോയെന്ന് കണ്ടില്ല. അന്ന് ഈ ഫെൻസിങ് വിളിച്ചിട്ട് തന്നെ വന്നല്ലേ? അതെ, ഫെൻസിങ് കടിച്ചിട്ടാണ് വരുന്നത്. ഒരു സാഹസികമായ ജീവിതം അല്ലേ? ജീവിതമാണ്. ഇട്ടച്ച് പോകാനും മേല. അതെ അതെ. ആ ഒരവസ്ഥയാണ്. കാരണന്മാരായിട്ട് കഷ്ടപ്പെട്ടോ അധ്വാനിച്ചുണ്ടാക്കി. ഇങ്ങനെ ശല്യമില്ലല്ലോ. അതെ. എല്ലാവർക്കും ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെ മൃഗത്തെ ഓടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതെ അതെ. ഇന്നതൊന്നും പറ്റിയല്ല. അതെ അതെ. അങ്ങനെയല്ല, ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പറമ്പായതുകൊണ്ട് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എങ്ങോട്ട് പോകാൻ? ഒരാൾ വന്ന് സ്ഥലം എടുക്കുകയില്ല. ഇടയ്ക്കെടുക്കുകയില്ല. അതെ അതെ. ഇപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഇന്നലെ ഇറങ്ങി ഇനിയിപ്പോൾ ഇന്നും ഇറങ്ങാൻ കൂടായികയില്ലല്ലേ? അക്കരെ ആനയുണ്ട്, കാട്ടിലുണ്ട്. ഉണ്ടല്ലേ? ഓഹോ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഓടിക്കുന്ന വെച്ച് വെക്കുന്നുണ്ടല്ലേ? അവർ പറഞ്ഞ് സന്ധ്യ കാട്ടെന്ന് പറഞ്ഞു പറയാം. അല്ലേ? ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ്. ജീവൻ വരെ പണയം വെച്ചാൽ ജീവിക്കും നമ്മൾ. ഇനി സർക്കാർ എന്ത് ചെയ്യാനാ? നമ്മളിപ്പോൾ കണ്ടത് രാമച്ചയിൽ നിന്നുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതുതന്നെയാണ് വനാതിർത്തിയിലുള്ള മിക്ക കർഷകരുടെയും ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ പറമ്പും കൃഷിയിടങ്ങളും ഒക്കെ ഇങ്ങനെ വന്യമൃഗങ്ങളോട് മല്ലടിച്ച് ഇങ്ങനെ പോരാടി കാത്തു സംരക്ഷിച്ച് പോരുവാണ്. പക്ഷേ എത്ര നാൾ ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും അവരുടെ ജീവിതമാർഗ്ഗം അതായതുകൊണ്ടും അവർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ പറമ്പായതുകൊണ്ടും അവർ ഒഴിവാക്കാതെ ഇങ്ങനെ സംരക്ഷിച്ച് പോരുവാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ആളുകളുടെ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇപ്പം തന്നെ ആ ചേട്ടൻ പറയുന്നത് നമ്മൾ കേട്ട് 100 വീടുണ്ടായിരുന്നിടത്ത് 60 വീട്ടുകാരെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. ഇനി ബാക്കി 10-20 വീട്ടുകാരെങ്കിലും ഇനി ബാക്കി ഇവിടെ താമസമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീട് ഇവിടെ നമുക്കിങ്ങനെ കിടക്കുന്നത് കാണാം. കാട് പിടിച്ചൊക്കെ കിടക്കുന്ന കാണാം. പക്ഷേ പറമ്പ് മാത്രമുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കേട്ടോ ഓരോ വനാതിർത്തി പ്രദേശത്തുള്ള ആളുകളും പോകുന്നത്. ഏതായാലും ഞാനിപ്പോൾ സംസാരിക്കുന്ന രാമച്ചയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.